Hi friends, welcome to Unacademy Kerala Board YouTube channel. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ കറന്റ് ഇലക്ട്രിസിറ്റി. വലിയ ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത് കിർച്ചോഫ് ലോ. മൈസെൽഫ് വിഷ്ണു ലാൽ MB. ഞാൻ ഫിസിക്സ് എഡ്യൂക്കേറ്റർ ആണ്. ലാസ്റ്റ് 9 years ആയിട്ട് പ്ലസ് 1 പ്ലസ് 2 സ്റ്റുഡൻസിന് ഫിസിക്സ് പഠിപ്പിക്കുന്നു. കുട്ടികളെ നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അൺഅക്കാഡമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അൺഅക്കാഡമിയുടെ പ്ലസ് കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ ലൈവ് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും, പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ട് കിട്ടും. പ്രൈസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണോ ചൂസ് ചെയ്യാം. 12 month ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പെർ മന്ത് 625 ആണ്. അത് കേരള ബോർഡ് 9th സ്റ്റാൻഡേർഡ് ആയാലും 10th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡ് 12th ആയാലും നിങ്ങൾക്ക് 625 പെർ മന്ത് ആണ്. അതുപോലെ എന്റെ കോഡ് യൂസ് ചെയ്താൽ, എന്റെ കോഡ് ഇതാണ്, എന്റെ കോഡ് യൂസ് ചെയ്താൽ വിഷ്ണു 10 എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ടിലും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് കറന്റ് ഇലക്ട്രിസിറ്റി ആണ്. കറന്റ് ഇലക്ട്രിസിറ്റി അത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കിർച്ചോഫ് ലോ. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കിർച്ചോഫ് ലോ. 2 ലോസ് ആണ് പഠിക്കാറുള്ളത്. ആദ്യം പഠിക്കാറുള്ളത് കിർച്ചോഫ് ഫസ്റ്റ് ലോ. കിർച്ചോഫ് ഫസ്റ്റ് ലോയെ നമ്മൾ മറ്റൊരു പേര് പറയും, അതാണ് കറന്റ് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ ലോ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇതിനെ കറന്റ് ലോ എന്ന് പറയുന്നത്? കാരണം ഇത് കറന്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ജംഗ്ഷൻ എന്ന് പറയുന്നു? ഇത് ജംഗ്ഷനെ കുറിച്ച് പറയുന്നു. അപ്പൊ എന്താണ് ജംഗ്ഷൻ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. അപ്പൊ നോക്കിയേ, എന്താണ് ജംഗ്ഷൻ? അപ്പൊ നോക്കിക്കോ, ഞാൻ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിലോട്ട് ഒരു കറണ്ട് വരുന്നു. എന്താ ഈ പോയിന്റിലോട്ട് ഒരു കറണ്ട് വന്നു, I എന്നൊരു കറണ്ട് വന്നു. ആ പോയിന്റിൽ നിന്ന് പുറത്തോട്ട് 2 റൂട്ട് ഉണ്ട്, 2 പാത്ത് ഉണ്ട്. അതായത് ഈ കറണ്ട് ഈ പോയിന്റ് വെച്ച് 2 ആയിട്ട് എന്തായി? സ്പ്ലിറ്റ് ആയി. അപ്പൊ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് പോയിന്റ് ആണ്. ഒരു പോയിന്റിൽ വെച്ച് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിച്ചാൽ, അല്ലെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്താൽ ആ പോയിന്റ് നമുക്ക് എന്ത് പറയാം? ജംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ എത്ര ഉള്ളൂ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ജംഗ്ഷൻ മീനിങ് എന്താണ്? കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്ത് പറയും? ജംഗ്ഷൻ എന്ന് പറയും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ ലോ ഡീൽ ചെയ്യുന്നത് കറണ്ടിനെ കുറിച്ചാണ്, ജംഗ്ഷനെ കുറിച്ചാണ്. അതുകൊണ്ട് കിർച്ചോഫ് ഫസ്റ്റ് ലോയെ കറണ്ട് ലോ എന്നും പറയും, ജംഗ്ഷൻ ലോ എന്നും പറയും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്ക് 2 രീതിയിൽ പറയാം. ആദ്യം പ്രോപ്പർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു ക്ലോസ് സർക്യൂട്ട് എടുക്കുന്നു, അതിനകത്ത് ഒരു മീറ്റിംഗ് പോയിന്റ് എടുക്കുന്നു, ഒരു ജംഗ്ഷൻ എടുക്കുന്നു. ആ ജംഗ്ഷനിലെ എല്ലാ കറണ്ടിന്റെയും ഓൾജിബ്രായിക് സം. ഓൾജിബ്രായിക് സം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് സൈൻ എന്താണെന്ന് കുറച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്താണ്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുത്തു, അതൊരു മീറ്റിംഗ് പോയിന്റ് എടുക്കുന്നു, ജംഗ്ഷൻ എടുക്കുന്നു. ആ ജംഗ്ഷനിലേക്ക് വരുന്നതും പുറത്തോട്ട് പോകുന്നു. ആ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്ന കറണ്ട് ആയിരിക്കാം. എല്ലാ കറണ്ടിന്റെയും ഓൾജിബ്രായിക് സം കണ്ടാൽ 0 ആയിരിക്കും. ഓൾജിബ്രായിക് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് സൈൻ, അത്രേ ഉള്ളൂ. എല്ലാം കൂടെ ഓൾജിബ്രായിക് സം കണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമുക്ക് എത്ര പ്രോപ്പർ ആയിട്ട് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് വേറെ കുറച്ച് ഈസി വേയിൽ പറയാം. ഇൻ അതർ വേർഡ്സ് നമുക്ക് എന്ത് പറയാം? ഒരു ജംഗ്ഷനിലോട്ട് വന്ന് ചേരുന്ന കറണ്ട്, ഒരു ജംഗ്ഷനിലോട്ട് വന്ന് ചേരുന്ന കറണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്ന കറണ്ടും സെയിം ആയിരിക്കും. ഇതാണ് ചുരുക്കി പറഞ്ഞത്. അപ്പൊ എന്താണ്? ടോട്ടൽ കറണ്ട് എന്ററിംഗ് ടു എ ജംഗ്ഷൻ, ടോട്ടൽ കറണ്ട് എന്ററിംഗ് ടു എ ജംഗ്ഷൻ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. ഒരു ജംഗ്ഷനിലോട്ട് എത്തിച്ചേരുന്ന കറണ്ടും ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്ന കറണ്ടും സെയിം ആയിരിക്കും എന്നാണ് കിർച്ചോഫ് ലോ പറയുന്നത്. അതാണ് പഠിക്കാൻ എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അത് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകണം. എങ്കിൽ നമുക്ക് എന്ത് പ്രോബ്ലം ചോദിച്ചാലും ഫിസിക്സിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പൊ നോക്കി, അതിനു വേണ്ടി ആദ്യം സൈൻ കൺവെൻഷൻ പറയാം. ഞാൻ ഓൾജിബ്രായിക് സം എന്ന് പറഞ്ഞില്ലേ, സൈൻ എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് പറയാം. അതായത് ഒരു ജംഗ്ഷനിലോട്ട് വന്ന് ചേരുന്ന കറണ്ടിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും. അതാണ് ഇൻകമിങ് കറണ്ട്. എന്താ ഇൻകമിങ് കറണ്ട്? പോസിറ്റീവ്. ഇൻകമിങ് മീനിങ് എന്താ? ജംഗ്ഷനിലോട്ട് വന്ന് ചേരുന്ന കറണ്ടിനെ പോസിറ്റീവായി കണക്കാക്കും. ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്ന കറണ്ടിനെ നെഗറ്റീവായിട്ട് കണക്കാക്കും. ഔട്ട് ഗോയിങ് മീനിങ് എന്താ? ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കറണ്ടിനെ നമ്മൾ എന്തായി കണക്കാക്കും? നെഗറ്റീവായിട്ട് കണക്കാക്കും.
നോക്കിക്കടെ, ഒരു ജംഗ്ഷൻ കാണാൻ പറ്റിയല്ലോ, ഇതൊരു ജംഗ്ഷൻ ആണേ. ഓരോന്ന് നോക്കിക്കോ, അവിടെ എന്താ പ്രത്യേകത നോക്കി. I1 കണ്ടാ, I1 എന്താ പ്രത്യേകത, ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്നു. ജംഗ്ഷൻ ആരന്മാർ നോക്കിയാൽ ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ I1 പോസിറ്റീവ്. I2ന്റെ കേസോ ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്നു. ആരന്മാർ നോക്കി, ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്നു. അപ്പൊ I2 എന്താണ്, പോസിറ്റീവ്. I3 നോക്കിക്കോടെ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ I3 ജംഗ്ഷനിൽ നിന്ന് പുറത്തല്ലേ പോകുന്നത്, പുറത്തോട്ടല്ലേ പോകുന്നത്, കണ്ടാലേ അറിയാം പുറത്തോട്ടാ പോകുന്നത്. പുറത്തോട്ട് പോയാ അവ നെഗറ്റീവ്. ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് പോയാൽ എന്താണ്, നെഗറ്റീവ് എന്ന് എടുക്കുന്നത്, ഔട്ട് ഗോയിങ് ആണ്. അടുത്ത I4 നോക്കി. I4ന്റെ പ്രത്യേകം എന്താ, ജംഗ്ഷനിലോട്ട് വരുന്നു അല്ലെ, ജംഗ്ഷനിലോട്ട് വരുന്നു. അപ്പൊ ജംഗ്ഷനിലോട്ട് എന്റർ ചെയ്യുന്നു, അതുകൊണ്ട് അവനെന്ത് തന്നെ പോസിറ്റീവാ. I5 നോക്കി, ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്, ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്നു. ജംഗ്ഷനിൽ പുറത്തു പോയാൽ എന്താണ്, നെഗറ്റീവാ. ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞു. ഒരു ജംഗ്ഷനിലോട്ട് വന്ന് ചേരുന്നതിനെ നമ്മൾ പോസിറ്റീവ് എന്നും ജംഗ്ഷനിൽ നിന്ന് പുറത്ത് പോകുന്നതിനെ നെഗറ്റീവ് എന്ന് എടുക്കും. ക്ലിയർ ആണല്ലോ, സൈൻ കൺവെൻഷൻ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഒരു ജംഗ്ഷനിലെ കറണ്ട് ഓൾജിബ്രൈക് സം എടുക്കാൻ പറഞ്ഞാൽ ഈ സൈനും കൂടെ കൺസിഡർ ചെയ്യും. ജംഗ്ഷനിലേക്ക് വന്ന് ചേരുകയാണെങ്കിൽ പോസിറ്റീവ് എന്നും ജംഗ്ഷനിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്ന് എടുക്കും. ഓക്കെ, ശരി. നോക്കിയിനി നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ജംഗ്ഷൻ എടുത്തു, ആ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന കറണ്ട് ഏതൊക്കെയാ, I1 വന്നു ചേരുന്നു ആണല്ലോ. I1 പോസിറ്റീവ് ആണ്, പോസിറ്റീവ് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്ത I2 വന്നല്ലേ ചേരുന്നത്, I2 വന്നു ചേരുന്നു, അതുകൊണ്ട് I2 എന്താണ്, പോസിറ്റീവ്, പ്ലസ് ഇട്ടു. അടുത്ത I3 എന്ത് ചെയ്യുന്നു, വന്നു ചേരുന്നു, അപ്പൊ I3 എന്താണ്, പോസിറ്റീവ്. ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്നുണ്ടെന്ന് കൊടുത്തു, പോസിറ്റീവ്. I4 ആണെങ്കിലോ ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്നു, ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്നു, അപ്പൊ എന്താണ്, -I4. -I4 കൊടുക്കാൻ പറ്റൂ. എന്തുകൊണ്ട് മൈനസ് കൊടുത്തു, ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്നു. I5 നോക്കി, അതും ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്നു. ആരോമാർക്ക് കണ്ടറിയാം, ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്നു, അപ്പൊ അതും എന്താണ്, -I5. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും എന്നാ പറഞ്ഞ, 0 കിട്ടും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു, കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ പറഞ്ഞു. ഒരു ജംഗ്ഷനിലെ എല്ലാ കറണ്ടിന്റെയും ഓൾജിബ്രൈക് സം എത്ര, 0. നമ്മൾ എല്ലാ കറണ്ടും എടുത്തു വിത്ത് സൈൻ, അതാണ് ഓൾജിബ്രൈക് സം. I1, I2, I3 അത് മൂന്ന് പേർക്കും പോസിറ്റീവ് കൊടുത്തു. എന്തുകൊണ്ട്, ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ആയതുകൊണ്ട്, ഇൻകമിങ് കറണ്ട് ആയതുകൊണ്ട്, ജംഗ്ഷനിലോട്ട് എത്തിച്ചേരുന്ന കറണ്ട് ആയതുകൊണ്ട് പോസിറ്റീവ് കൊടുത്തു. അതുകൊണ്ടാണ് ഇത് മൂന്നും പോസിറ്റീവ്. I4 ജംഗ്ഷന് പുറത്തു പോകുന്നതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. I5 ജംഗ്ഷന് പുറത്തോട്ടാണ് പോകുന്നത്, നെഗറ്റീവ് കൊടുത്തു. അതുകൊണ്ട് I4ഉം I5 എന്ത് കൊടുത്തു, നെഗറ്റീവ് കൊടുത്തു. അപ്പൊ എല്ലാത്തിന്റെ ഓൾജിബ്രൈക് സം ആയി. അത് എത്രയായിരിക്കും, 0 ആയിരിക്കും. ആ -I4 ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോകണേ, പ്ലസ് ആയില്ലേ. -I5 കൊണ്ടുപോകും, അതും പ്ലസ് ആയി. അപ്പൊ എന്ത് കിട്ടി, I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു -I4 അപ്പുറത്തുണ്ടോ, പ്ലസ് I4, -I5 അപ്പുറത്തുണ്ടോ, പ്ലസ് I5. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയില്ലേ, നോക്കി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നോക്കി, I1 പ്ലസ് I2 പ്ലസ് I3 എല്ലാം കൂടെ ആഡ് അല്ലേ ചെയ്തത്. ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കിട്ടും. ഇത് ഏതൊക്കെ കറണ്ട് ആഡ് ചെയ്തത്, ഒരു ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്ന കറണ്ട് ആഡ് ചെയ്തത് അല്ലേ. I1, I2, I3 ഈ മൂന്ന് കറണ്ടും ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്നത്. അപ്പൊ ടോട്ടൽ കറണ്ട് entering to the junction. ടോട്ടൽ കറണ്ട് entering to the junction ആണ് I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് പറഞ്ഞ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വലാ, I4 പ്ലസ് I5 വീണ്ടും പ്ലസ് ചെയ്തു, അപ്പൊ ടോട്ടൽ ആണ്. ആരൊക്കെയാ പ്ലസ് ചെയ്തത്, I4ഉം I5ഉം. ഈ രണ്ടുപേരും ജംഗ്ഷനിൽ പുറത്തോട്ടാണ് പോകുന്നത്, അപ്പൊ എന്ത് പറയാം, ടോട്ടൽ കറണ്ട് ജംഗ്ഷനിൽ പുറത്തോട്ട് പോകുന്നല്ലേ, ടോട്ടൽ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. ഇതല്ലേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് അല്ലേ. ഇതാണ് പഠിക്കാൻ എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ അല്ലേ. രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് എന്ത് ചെയ്തു നിങ്ങൾക്ക് പറഞ്ഞു. ഇനി ഇതിനകത്ത് നിന്ന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കിർച്ചോഫ് ഫസ്റ്റ് ലോ ഏത് കൺസർവേഷൻ ലോയുമായി ബന്ധപ്പെട്ട് കിടക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കിർച്ചോഫ് ഫസ്റ്റ് ലോ ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് എന്താണ്, ചാർജസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്? നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞ പണ്ട് പോലെ പഠിക്കുന്നത് ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ. ചാർജ് ബൈ ടൈം.
ചാർജിന്റെ ഫ്ലോ ഡിവൈഡ് ബൈ ടൈം ആണ് നമ്മൾ എന്ത് പറയുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടൈം നോക്കട്ടെ, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ചാർജസ്. അപ്പൊ ഒരു ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന കറണ്ട് സെയിം എന്ന് പറഞ്ഞ വന്നു ചേരുന്ന കറണ്ടും പുറത്തോട്ട് പോകുന്ന കറണ്ടും രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞ മീനിങ് എന്താ, ഒരു ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്ന ചാർജും ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്ന ചാർജും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ആ ജംഗ്ഷനിൽ ചാർജ് എത്രയെന്ന് ചോദിച്ചാൽ എത്ര, 0. അതിന്റെ മീനിങ് എന്താ നോക്കി, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോക്ക്, ഇതാ ജംഗ്ഷനിലോട്ട് ഞാൻ ചാർജ് വെച്ച് പറയാമേ. ഇതാ ഇവിടെ നിന്ന് 3 ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇതാ ഇവിടെ വാല്യൂ പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വാല്യൂ പറഞ്ഞു. നോക്ക്, ഇപ്പൊ ജംഗ്ഷനിലോട്ട് ഇവിടുന്ന് 10 കൂളം വരുന്നു, ഇവിടുന്ന് 20 കൂളം വന്നു. മൊത്തം ജംഗ്ഷനിലോട്ട് എത്ര കൂളം വന്നു ചേർന്നു, 30 കൂളം ചാർജ് വന്നു ചേർന്നു. പുറത്തോട്ട് പോയത് ഇത് 10 ആണ്, ഇവിടെ ഒരു 10 കൂളം പുറത്തു പോയി, ഇവിടെ ഒരു 15 കൂളം പുറത്തു പോയി, ഇവിടെ ഒരു 5 കൂളം പുറത്തു പോയി. അപ്പൊ പുറത്തോട്ട് പോയ ചാർജ് എത്രയാ, 10, 15, 5 മൊത്തം എത്ര, 30. അതേ സമയത്ത് ഒരു ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്ന കറണ്ട് 30 കൂളമും പുറത്തു പോയ കറണ്ട് 25 കൂളം ആയിരുന്നെങ്കിലോ, എന്റെ മീനിങ് എന്താ, ഒരു ജംഗ്ഷനിലേക്ക് 30 കൂളം വന്നിട്ട് 25 പുറത്തു പോയുള്ളൂ. എത്ര കുറഞ്ഞു, 5 കൂളം ഇത് കുറഞ്ഞു. എന്റെ മീനിങ് എന്താ, ജംഗ്ഷനിലെ 5 കൂളം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലേക്ക് എന്ത് ചെയ്തു, 30 കൂളം വന്നു, എന്നിട്ട് ഒരു 35 കൂളം പുറത്തു പോകുന്നു. എന്റെ മീനിങ് എന്താ, ജംഗ്ഷനോട് 30 കൂളം വന്നതേ ഉള്ളൂ, ജംഗ്ഷന് പുറത്തോട് 35 പോയെന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ എന്ത് ചെയ്തു, 5 കൂളം ക്രിയേറ്റ് ചെയ്തു. അതായത് ജംഗ്ഷനിലെ 30 കൂളം വരുന്നു, ജംഗ്ഷനിൽ 5 കൂളം കൂടെ കൂടി ചേർന്നാണ് 35 ആയത്. അപ്പൊ ഈ രണ്ട് കേസിന്റെ മീനിങ് എന്താണ്, ഇവിടെ ചാർജ് കുറഞ്ഞു. മീനിങ് എന്താ, ജംഗ്ഷനിൽ വെച്ച് ചാർജ് നഷ്ടപ്പെട്ടു. ഇവിടുത്തെ മീനിങ് എന്താ, ജംഗ്ഷനിൽ വെച്ച് പുതിയ ചാർജ് ഉണ്ടായി. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ജംഗ്ഷനിലേക്ക് 30 ചാർജ് വന്നാൽ പുറത്തോട്ട് 30 ചാർജേ പോകുന്നുള്ളൂ. അതിന്റെ മീനിങ് എന്താ, ചാർജസ് ജംഗ്ഷനിൽ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല, വരുന്നതെല്ലാം പുറത്തു പോകുന്നുണ്ട്. അതുപോലെ ചാർജിന്റെ അളവ് കൂടുന്നില്ല. മീനിങ് എന്താ, പുതിയ ചാർജ് ക്രിയേറ്റും ചെയ്യുന്നില്ല ജംഗ്ഷനിൽ. അപ്പൊ ജംഗ്ഷനിൽ ചാർജ് സ്റ്റേയും ചെയ്യുന്നില്ല. അതിന്റെ മീനിങ് എന്താ, ജംഗ്ഷനിൽ ചാർജസ് നഷ്ടപ്പെടുന്നുമില്ല, പുതിയ ചാർജ് ഉണ്ടാകുന്നുമില്ല. അതിന്റെ മീനിങ് എന്താ, ചാർജ് കൺസേർവ്ഡ് ആണ്. അതാണ് ക്രിസ്റ്റോഫ് ഫസ്റ്റ് ലോ പറയുന്നത്. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും പുറത്തോട്ട് പോകുന്ന കറണ്ടും സെയിം എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന ചാർജ് പുറത്തോട്ട് പോകുന്ന ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ ജംഗ്ഷനിൽ പുതിയ ചാർജ് ഉണ്ടാകുന്നുമില്ല, ഉള്ളത് നഷ്ടപ്പെടുന്നുമില്ല. അപ്പൊ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ്. പറഞ്ഞതുപോലെ ക്രിസ്റ്റോഫ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ലോ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം. നോക്കിയ ഒരു പ്രോബ്ലം കാണാൻ പറ്റും, ആ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യണേ. നോക്കിയോ, ദാ ജംഗ്ഷൻ നമുക്ക് കാണാം. ജംഗ്ഷനിലേക്ക് 2 കറണ്ടാണ് വന്നു ചേരുന്നത്. ഒന്ന് I1 നമുക്കറിയാം 2 ആംപിയർ, അടുത്ത് I2 എത്രയാണ്, 9 ആംപിയർ. ബാക്കി 2 പേരും പുറത്തോട്ടാ പോകുന്നത്, ആരോ ബാർ കണ്ടാ അറിയാം. അപ്പൊ ജംഗ്ഷനിലോട്ട് വന്നു ചേരുന്ന കറണ്ട് എത്ര, ജംഗ്ഷനിലോട്ട് 2 ആംപിയർ 9 ആംപിയർ മൊത്തം എത്ര, 2 + 9 എത്ര കിട്ടി, 11 ആംപിയർ ആണ് വന്നു ചേരുന്നത്. പുറത്തോട്ട് പോകുന്ന കറണ്ട് എത്ര ആവണം, 11 ആംപിയർ ആവണം ബൈ ക്രിസ്റ്റോഫ് ഫസ്റ്റ് ലോ. ഇവിടെ എത്ര ആംപിയർ ഉണ്ട്, ഇവിടെ 4 ആംപിയർ. മറ്റേ എത്ര ആവണം, ബാക്കി ആവണ്ടേ, ബാക്കി എങ്ങനെ ആവണം, 11 - 4 അപ്പൊ എത്ര കിട്ടി, 7 ആംപിയർ. അപ്പൊ I3യുടെ വാല്യൂ 7 ആംപിയർ ആവണം. എന്തുകൊണ്ടാ, ഈ ജംഗ്ഷനിൽ 2 പേരാണ് പുറത്തു പോകുന്നത്. ഒരാൾ 4 ആണെങ്കിൽ മറ്റേ ആള് 7 ആയാൽ മാത്രമേ മൊത്തം എത്ര ആവും, 11 ആവും. കാരണം ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്ന കറണ്ടും പുറത്തോട്ട് പോകുന്ന കറണ്ടും സെയിം ആവണം, രണ്ടും 11 ആംപിയർ ആവണം. ഈ കേസിൽ വന്നു ചെയ്യുന്ന 11 ആണെങ്കിൽ പുറത്തോട്ട് 11, പുറത്തോട്ട് 4 മാത്രമേ പോയുള്ളൂ. ബാക്കി എങ്ങനെ കാണും, 11 - 4 7 ആംപിയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ എത്രയേ ഉള്ളൂ, ക്രിസ്റ്റോഫ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേടേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ തന്നെ അൺഅക്കാഡമിയുടെ ഫ്രീ സ്പെഷ്യൽ ക്ലാസ് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് റിയൽ ടൈം ഇന്ററാക്ഷൻ ആണ്. അതായത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ആ ഡൗട്ട് നമ്മൾ ക്ലിയർ തരും. അതുപോലെ ക്വിസ് ഉണ്ടായിരിക്കും, ലൈവ് പോൾ സെക്ഷൻ ഉണ്ടായിരിക്കും, നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.